പ്രതീക്ഷ അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീസണിങ്ങിൻ്റെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് എല്ലാവർക്കും SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ഏത് എക്സാം നോക്കുന്ന ആൾക്കാർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ക്ലാസ് കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ റീസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് എപ്പോഴും നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മാർക്ക് പോലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കളയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഫുൾ മാർക്ക് എന്ന് പറയുന്ന ടാർഗറ്റ് ആയിരിക്കണം റീസണിങ്ങിന് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട്. നമ്മൾ വിചാരിക്കും എളുപ്പത്തിൽ നമുക്ക് കിട്ടുമെന്ന്, പക്ഷേ ചില ടോപ്പിക്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മിസ്റ്റേക്ക് വരും. നമ്മൾ പോലും അറിയാതെ നമ്മൾ തെറ്റിക്കും. ആൻസർ ബി വരുമ്പോഴായിരിക്കും അറിയുന്നത് നമ്മളിത് തെറ്റിച്ചു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ടോപ്പിക്സ് ഒക്കെ നമുക്കൊന്ന് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ABCDE and F lives on a floor, immediate different floors of the same building. The lowermost floor is numbered 1 and the floor above it is numbered 2, and soon alla so on aanu, and so on till the topmost floor is numbered 6. E lives on the floor immediately below F's floor. D lives on the second floor. C lives on the floor immediately below A's floor. F does not live on the 5th floor. On which floor does D lives? 1, 2, 3, 4, 5, 6 ഫ്ലോർ. ഓക്കെ, 4, 3, 2, 1. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നേക്കുന്നത് എന്താ? ഡി ഈസ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. അപ്പോൾ ഡി നമുക്ക് ഇവിടെ ഇടാൻ പറ്റും. ഇനി അടുത്തത് സി ലീവ്സ് ഓൺ ദ ഫ്ലോർ ഇമീഡിയറ്റ്ലി ബിലോ എ. സി ലീവ്സ് ഓൺ ദ ഫ്ലോർ ഇമീഡിയറ്റ്ലി ബിലോ എ എന്ന് പറഞ്ഞാൽ സി ഇങ്ങനെ ഇടാനേ പറ്റുള്ളൂ. ഇവിടെ ഒന്നും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇ ലീവ്സ് ഓൺ ദ ഫ്ലോർ ഇമീഡിയറ്റ്ലി ബിലോ എഫ്. അപ്പോൾ ഇ ലീവ്സ് ഓൺ ദ ഫ്ലോർ ഇമീഡിയറ്റ്ലി ബിലോ എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഇന്നേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വെക്കുമ്പോൾ എന്തായാലും പിന്നെ ഒരു എഫിനെ കുറിച്ച് എഫ് ഡസ് നോട്ട് ലീവ് ഓൺ ദ 5th ഫ്ലോർ. അപ്പോൾ ഇവിടെ എഫ് വരത്തില്ലെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഒന്നുകിൽ എഫ് ഇ ഇവിടെ വരും, എ സി ഇവിടെ വരും, അപ്പോൾ ബാലൻസ് നിൽക്കുന്ന ബി ഇവിടെ വരും. അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിൽ ഡി ഞാൻ ഇവിടെ എടുക്കുന്നു, അപ്പോൾ ഞാൻ എഫ് ഇ ഇവിടെ എടുക്കുന്നു, അപ്പോൾ എ സി ഇവിടെ വരും, ബി ഇവിടെയാണ് വരും. അപ്പോൾ നമുക്ക് വിച്ച് ഫ്ലോർ ഡസ് ബി ലീവ്സ് എന്നാണ് ചോദിക്കുന്നത്. ബിയുടെ കാര്യമല്ലേ, ബി രണ്ട് കേസിലായാലും ഇവിടെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ബിയുടെ ആൻസർ എന്താ? ഫസ്റ്റ് ഫ്ലോർ ആണ്. നൺ ഓഫ് ദിസ് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ എടുത്ത ശരിയായില്ല. നൺ ഓഫ് ദിസ് ഓപ്ഷൻ ഫസ്റ്റ് ഫ്ലോർ ആണ് ആൻസർ ആയിട്ട് വരിക. ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, ഫസ്റ്റ് ഫ്ലോർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ആൻസർ മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് കണ്ടീഷൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, രണ്ട് കണ്ടീഷൻ എഴുതേണ്ടി വരും. രണ്ട് കണ്ടീഷൻ എഴുതിയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തിൻ്റെ കാര്യമാണ്? ബി മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ബി ഏത് ഫ്ലോറിനാണെന്നല്ലേ നമ്മുടെ ചോദ്യം. ബി എന്ന് പറയുന്നത് ഏത് ഫ്ലോറിലാണ്? ഫസ്റ്റ് ഫ്ലോറിലാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയം തരാം, ചെയ്തേ ഓപ്ഷൻ തരാം. കുറച്ച് സമയം തരത്തുള്ളൂ, ഒരുപാട് സമയമില്ല. ഓക്കെ, എത്ര സമയമായി? ഏകദേശം 1 മിനിറ്റ് ആയി കേട്ടോ. ഓക്കെ, അപ്പോൾ ചെയ്യാം. നമ്മൾ നോക്കുമ്പോൾ 718 ആണ്. ഓക്കെ, 718 ആണ്. 718 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 × 2 + 4 ആണല്ലോ 18 എന്ന് പറയുന്നത്. ആണല്ലോ. ഇനി 1834 ആവുന്നത് 18 × 2 ചെയ്താൽ എത്ര കിട്ടും? 18 × 2 36. 36 2 കുറച്ചാലാണ് 34. അപ്പോൾ -2 34.
144 ന്ന് 2 നമ്മൾ കുറയ്ക്കുക 140. ഇനി 142 into 2 ആണ് അടുത്തത്. 142 into 2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുക 284. അതിൻ്റെ കൂടെ ഒരു +4 കൂടെ വരും. അപ്പോൾ 288 ആണ് നമുക്ക് വരിക. നമ്മുടെ പാറ്റേൺ ഇൻറ്റു 2 + 4 അടുത്തതിൽ ഇൻറ്റു 2 - 2 ഇൻറ്റു 2 + 4 അടുത്തതിൽ ഇൻറ്റു 2 - 2 അടുത്തതിൽ ഇൻറ്റു 2 + 4 ആണ് വരിക. അപ്പോൾ ഇൻറ്റു 2 + 4 ആകുമ്പോൾ നമുക്ക് കിട്ടുക 288 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ക്ലിയർ ആയില്ലേ? പാറ്റേൺ മനസ്സിലാക്കി വെച്ചേക്കുക. ഇൻറ്റു 2 + 4 ഒരു പാറ്റേൺ, അടുത്തതിൽ ഇൻറ്റു 2 - 2. അടുത്തത് ഇത് ഹൗ മെനി പെയർസ്, ഈ തന്നേക്കുന്നതിൽ എത്ര പെയർസ് ഉണ്ട് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന വേർഡിൽ ഇൻ ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷൻ ഹൗ മെനി പെയർ ഓഫ് ലെറ്റേഴ്സ് ആർ ദെയർ വിച്ച് ഹാവ് as many letters between them in the word as there is in the English alphabetical order. അപ്പോൾ ഫസ്റ്റ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, none of this. ഇതിൽ എത്ര വേർഡ്സ് ആണ് ആ ഒരു ഓർഡറിലുള്ളത് എന്ന് പറഞ്ഞാൽ രണ്ട് വേർഡ് നമ്മൾ ഈ വേർഡ്സ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വെച്ച് നോക്കുമ്പോൾ എത്ര വേർഡ്സ് ആണ് അതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ വരിക. ഓക്കെ, ചെയ്യാൻ നോക്കിയേ. കുറച്ച് സമയം നിങ്ങൾക്ക് തരാം. അപ്പോൾ ചെയ്യാൻ നോക്കിയേ. ഒരു മിനിറ്റ് ആണ് സമയം. 1 മിനിറ്റ് കഴിയാറായി. ഓക്കെ, പറയട്ടെ. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? ഹിന്ദുസ്ഥാൻ എന്ന് എഴുതണം. ഹിന്ദുസ്ഥാൻ ആണല്ലോ. ഇനി നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷൻ ആണ് നമ്മൾ പെയർസ് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എച്ച് എടുക്കുക. എച്ച് കഴിഞ്ഞിട്ട് ഐ ജെ കെ, ഐ വരുമ്പോൾ ഒരു പെയർ വരുന്നുണ്ട്. എച്ച് കഴിഞ്ഞിട്ട് ഐ തന്നെയല്ലേ വരുന്നത്? ജെ കെ എൽ എം എൻ ഒ പി, വേറൊന്നും വരുന്നില്ല, ഒരു പെയറേ വരുന്നുള്ളൂ. ഇനി ഐ കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? ജെ, ഫോർവേഡ് നോക്കണം, ബാക്ക്വേർഡ് നോക്കണം. ഐ കഴിഞ്ഞിട്ട് ആൽഫബറ്റിൽ എങ്ങനെ വരുന്നത്? ഐ കഴിഞ്ഞിട്ട് ജെ കെ എൽ എം എൻ എന്നല്ലേ പോകുന്നത്. അപ്പോൾ ഐയിൽ ഇങ്ങോട്ട് ജെ എടുക്കുക. അപ്പോൾ ഇവിടെ ജെ ഒന്നുമില്ല, അപ്പോൾ ഇനി അങ്ങോട്ട് പോകണ്ട, കാരണം അങ്ങോട്ട് ആരും ഇല്ലല്ലോ. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഐ കഴിഞ്ഞിട്ട് ജെ കെ എൽ എം എൻ ഒ പി, ആ സെയിം ലെറ്റർ അവിടെ വരുന്നില്ല, അപ്പോൾ അവിടെ ഒന്നുമില്ല. അടുത്ത എൻ എടുക്കുക. എൻ ഒ പി, എൻ കഴിഞ്ഞിട്ട് ഒ പി എൽ എം എൻ ഒ പി ക്യു ആർ എന്നല്ലേ വന്നത്? ഒ പി, ആ വേർഡ്സ് ഒന്നും വരുന്നില്ല. എൻ കഴിഞ്ഞിട്ട് ഒ പി ക്യു ആർ എസ് ടി, അതും വരുന്നില്ല. ഇനി അടുത്ത ഡി, ഇ എഫ് ജി എച്ച് ഐ വരുന്നില്ല. ഇനി അടുത്ത യു, വി ഡബ്ല്യു എക്സ് വൈ അവിടെയും വരുന്നില്ല. ഇനി എസ്, ടി യു വി ഡബ്ല്യു എക്സ് വരുന്നില്ല. എസ് ടി വരുന്നുണ്ട്, ഒരു പേര് ടി യു വി. ഓക്കെ, അത് വരുന്നില്ല. ഇനി അടുത്ത എ എടുക്കുവാണ്. ബി സി ഡി ഇ എഫ് ജി എച്ച്, അടുത്ത പേര് 3 പേരായ. ഇനി എ കഴിഞ്ഞിട്ട് ബി ആണ് വരുന്നത്, ഇവിടെ എൻ ആണ് വന്നേക്കുന്നത്, അതല്ല. എൻ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി. അപ്പോൾ ഇവിടെ ഒന്നും വരുന്നില്ല. ആകെ എത്ര പേരേ ഉള്ളൂ? നമുക്ക് 3 പേരാണ് നമുക്കുള്ളത്. എടുക്കുന്ന മനസ്സിലായോ? എടുക്കുന്ന ഓരോ ലെറ്ററും എടുത്തിട്ട് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആ ഒരു ലെറ്റർ എണ്ണി നോക്കാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഫ്രണ്ടും ബാക്കും എടുത്ത് ചില ക്വസ്റ്റ്യനിൽ
ഫോർവേഡ് എന്ന് മാത്രമാണ് കൊടുത്തേക്കുന്നതെങ്കിൽ ഫ്രണ്ടിലോട്ട് മാത്രം എണ്ണിയാൽ മതി, ബാക്കിലോട്ടുള്ളത് നോക്കണ്ട. ഓക്കെ, രണ്ട് രീതിയിലും ഫോർവേഡ് ചോദിക്കാം, ചിലപ്പോൾ ബാക്ക്വേർഡ് മാത്രം ചോദിക്കാം, ചിലപ്പോൾ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ചോദിക്കാം. അപ്പം എങ്ങനെ ആയാലും നിങ്ങൾക്ക് ചെയ്യാനത് പറ്റണം. ഓക്കെ, ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ? തേർഡ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് ഒരു വേർഡ് പ്രോബ്ലം ആണ്, പസിൽ പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. കുറച്ച് സമയം തരാം, ഒരു മിനിറ്റ് തരാം. അപ്പോൾ 1 മിനിറ്റ് പെട്ടെന്ന് ചെയ്യാൻ നോക്കിയേ. ഒരു മിനിറ്റ് ആയിട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 6 students K, L, M, N, O and P each score different marks in an examination. M score more mark than only 3%. അപ്പോൾ എമ്മിൻ്റെ താഴെ 3 പേഴ്സൺസിനാണ് മാർക്കുള്ളത്. എന്ന് പറഞ്ഞാൽ എം സ്കോർ മോർ മാർക്ക് ദാൻ ഓൺലി 3%. 3%നെക്കാട്ടിയും കൂടുതൽ മാർക്കാണ് എമ്മിനുള്ളത്. അപ്പോൾ 6 പേരുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6 ആണ്. ഇത്രയും. ഇനി മുകളിൽ 2 ആൾക്കാർ വരും. എന്ന് പറഞ്ഞാൽ എമ്മിനെക്കാട്ടിയും മാർക്കുള്ള 2 ആൾക്കാർ കൂടെ വരും. ഇനി കെ സ്കോർ മോർ മാർക്ക് ദാൻ എൻ. കെ സ്കോർ മോർ മാർക്ക് ദാൻ എൻ. പി സ്കോർ ലെസ് മാർക്ക് ദാൻ എം. എമ്മിനെക്കാട്ടി ലെസ് മാർക്കാണ് പിക്ക് വരിക. അപ്പോൾ പി 3 പൊസിഷനിൽ എവിടെയാണ് വരിക? ഓ സ്കോർ മോർ മാർക്ക് ദാൻ എൽ. ഇനി ഓ സ്കോർ മോർ മാർക്ക് ദാൻ എൽ. ഓ സ്കോർ മോർ മാർക്ക് ദാൻ എൽ എന്നും പറയുന്നുണ്ട്. എൽ സ്കോർ മോർ മാർക്ക് ദാൻ എം. എൽ സ്കോർ മോർ മാർക്ക് ദാൻ എം. എമ്മിനെക്കാട്ടിയും കൂടുതൽ മാർക്കാണ് എല്ലിന് വരിക. അപ്പോൾ എൽ ഇവിടെ എവിടെയാണ്? പക്ഷേ എല്ലിനെക്കാട്ടിയും കൂടുതൽ മാർക്ക് ഓയ്ക്കുണ്ട്. അപ്പോൾ ഓ എല്ലാണ് ഇവിടെ ഫിക്സ് ആകുന്നത്. നമ്മുടെ ചോദ്യം ഇനി ബാക്കി വായിച്ച് നോക്കിയാൽ മതി. ബാക്കി നമുക്ക് ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ക്വസ്റ്റ്യൻ വായിക്കുക. ഹു സ്കോർസ് ദ ഹയസ്റ്റ് മാർക്ക് എമംഗ് ഓൾ ദ 6 സ്റ്റുഡൻസ്. അപ്പോൾ ആർക്കാണ് ഹയസ്റ്റ് മാർക്ക് കിട്ടിയെന്നാണ് നമ്മുടെ ചോദ്യം. ഹയസ്റ്റ് മാർക്ക് ആർക്കാണ് ഇവിടെ കിട്ടിയേക്കുന്നത്? ഓയ്ക്ക്. ബാലൻസ് ഒന്ന് ഫിക്സ് ചെയ്തില്ലെങ്കിലും നമുക്ക് വിഷയമില്ല. നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ വായിക്കാതെ ഇതെല്ലാം കൂടെ കിടന്നൊന്ന് ഫിക്സ് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. ആർക്കാ ഏറ്റവും കൂടുതൽ മാർക്ക് എന്നല്ലേ നമ്മുടെ ചോദ്യം. ഓയ്ക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് നോക്കിയേ. പി സ്കോർ ലെസ് മാർക്ക് ദാൻ എം. ഇനി അടുത്തത് ഓ സ്കോർ മോർ മാർക്ക് ദാൻ എൽ. പി സ്കോർ മോർ മാർക്ക് ദാൻ കെ. പി സ്കോർ മോർ മാർക്ക് ദാൻ കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കെ സ്കോറും അപ്പോൾ പി കെ എൻ എന്നാണ് വരിക. ഓക്കെ, താഴോട്ടുള്ള ഫിക്സ് ചെയ്യണമെന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കംപ്ലീഷന് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ആർക്ക് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്? ഓയ്ക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഒരു മിനിറ്റ് തരാം. 6:33, 11:58, 18 എത്ര വരും? കാണിച്ചു. സമയമായി. ഇത് ചെറിയൊരു ക്വസ്റ്റ്യൻ, അപ്പോൾ ഒരുപാട് സമയം വേണ്ടല്ലോ. ഓക്കെ, അപ്പോൾ 6:33. 6:33 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 × 5 + 3 ആയിരിക്കുമല്ലോ, എന്നാലല്ലേ 33 വരത്തുള്ളൂ. ഇനി അടുത്തത് 11. 11 × 5 + 3 ഇത് നോക്കിയേ. അപ്പോൾ 55 + 3 58 വരും. ഇനി അടുത്തത് 18 × 5 + 3 ആയിരിക്കത്തില്ലേ അടുത്തത്? 18 × 5 90, 90 + 3 ആകുമ്പോൾ 93 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ,
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യനില് പോയിന്റിംഗ് ടു എ ഫോട്ടോ സുനിത സെഡ് ഷീ ഈസ് മൈ ബ്രദർ ഇൻ ലോസ് ഓൺലി സിസ്റ്റർ. എൻ്റെ ബ്രദർ ഇൻ ലോയുടെ ഓൺലി സിസ്റ്റർ ആണ് ആ നിൽക്കുന്ന പെൺകുട്ടി എന്നാണ് സുനിത പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടി എങ്ങനെയാണ് സുനിതയായിട്ടുള്ള റിലേഷൻ വരിക? നമുക്ക് ജസ്റ്റ് വരച്ചോ, അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവും റിലേഷൻ. അപ്പോൾ വരച്ച് നോക്കുകയാണെങ്കിൽ അവർ പെൺകുട്ടിയാണ് ഷീ ഈസ് മൈ ബ്രദർ ഇൻ ലോസ്. അപ്പോൾ ഷീയുടെ ബ്രദറാണ് എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചേക്കുന്നത്. ഇങ്ങനെയല്ലേ വരിക? സുനിതയുടെ സിസ്റ്ററിനെ കല്യാണം കഴിച്ചേക്കുന്നത് അയാളാണ്, അയാളുടെ സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്ററും സുനിതയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റർ ഇൻ ലോയാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ എത്ര പറയുന്നുള്ളൂ? എൻ്റെ ബ്രദർ ഇൻ ലോ ഒരു അനിയത്തിയാണ്. എൻ്റെ ബ്രദർ ഇൻ ലോ അനിയത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ എന്ത് തന്നെയാണ്? സിസ്റ്റർ ഇൻ ലോ തന്നെയാണ് വരിക. ഓക്കെ, ക്ലിയർ ആയില്ല ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്ന് ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയേ. 1 1 2 3 5 8 13. അടുത്ത ഒരു ബ്ലാങ്ക് സ്പേസിൽ എന്താണ് വരിക? ചെയ്യാൻ നോക്കിയേ. കുറച്ച് സമയം തരാം, 1 മിനിറ്റ് ആണ്. ഓക്കെ. അപ്പോൾ 1 1 2 3 5 8 1 3 ആകുമ്പോൾ നമ്മൾ ഈ സീരീസിലാണെങ്കിൽ സാധാരണ നമ്മൾ ഓരോരോ പാറ്റേൺസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കും. 1 1 0യുടെ വ്യത്യാസം, 1 2 1ന്റെ വ്യത്യാസം, 2ന്റെ വ്യത്യാസം, 2ന്റെ വ്യത്യാസം, 3യുടെ വ്യത്യാസം, ഒരു പാറ്റേൺ നമുക്ക് അവിടെ പറയാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ ഇത് നോക്കുമ്പോൾ ഈ ഒരു സീരീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫൈബനോസി സീരീസ് ആണ് എന്ന് പറഞ്ഞാൽ 1 1 കൂടെ പ്ലസ് ചെയ്താണ് 2 എഴുതിയേക്കുന്നത്, 2 3 കൂടെ പ്ലസ് ചെയ്ത് 5, 3 5 കൂടെ പ്ലസ് ചെയ്ത് 8, 5 8 കൂടെ പ്ലസ് ചെയ്ത് 13 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 നമ്പർ പ്ലസ് ചെയ്താണ് തൊട്ടടുത്തുള്ള നമ്പർ എഴുതിയേക്കുന്നത്. പിന്നെയുള്ള 2 നമ്പർ 1 2 കൂടെ പ്ലസ് ചെയ്താണ് 3 എഴുതിയേക്കുന്നത്, 2 3 കൂടെ പ്ലസ് ചെയ്താണ് 5 എഴുതിയേക്കുന്നത്, 3 5 കൂടെ പ്ലസ് ചെയ്താണ് 8 എഴുതിയേക്കുന്നത്, 5 8 കൂടെ പ്ലസ് ചെയ്താണ് 13 എഴുതിയേക്കുന്നത്, 8 13 കൂടെ പ്ലസ് ചെയ്താണ് നമുക്ക് എന്ത് എഴുതിയേക്കുന്നത്? 8 13 ആകുമ്പോൾ 21. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 21. ഇതാണ് ഫൈബനോസി സീരീസ് എന്ന് നമ്മൾ പറയുന്നത്. ചില സീരീസ് ആകുമ്പോൾ അടുത്ത് നമ്മൾ ഡിഫറൻസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്നും നമുക്ക് ആൻസർ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ ആലോചിക്കുക? അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിച്ചേ. 6 24 60 120. 6 24 60 120. ഒരു മിനിറ്റ് ആണ് സമയം, പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞു.
24, 60, 120. തമ്മിലുള്ള വ്യത്യാസം ആദ്യമേ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 24 ആകുമ്പോൾ 18. ഇവർ തമ്മിലുള്ള വ്യത്യാസമാണെങ്കിൽ 36. ഇവർ തമ്മിലുള്ള വ്യത്യാസം 60. ഇത് നമുക്ക് പാറ്റേൺ മനസ്സിലാവുന്നില്ല. എന്താണ് പാറ്റേൺ, ഞാൻ അടുത്ത് എന്ത് വരും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എടുക്കുകയാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം 18, ഇവർ തമ്മിലുള്ള വ്യത്യാസം 24. അപ്പോൾ 18, 24 ആകുമ്പോൾ 6ന്റെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തുള്ള നമ്പർ 6 കൂടുതലുള്ള നമ്പർ ആകുമ്പോൾ ഇവിടെ 30 വരും. ഇവിടെ 6 കൂടുതലുള്ള നമ്പർ 30. അപ്പോൾ ഇവിടെ ഒരു 90 വരും. ഇനി ഇവിടെ നമുക്ക് 90 ആഡ് ചെയ്ത നമ്പർ ആയിരിക്കും ഇവിടെ വരിക. 90 ആഡ് ചെയ്ത നമ്പർ എന്ന് പറഞ്ഞാൽ 210 ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓപ്ഷൻ ബി 210 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയോ? ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് ആണ് ഇവിടുത്തെ കൺസെപ്റ്റ്. 6, 24 ആകുമ്പോൾ 18, 36, 60, 90 നമുക്ക് കിട്ടിയില്ല. ഇനി അവിടെ 18, 36, 60 ആകുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായില്ല. തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ 18ഉം 24 നമുക്ക് കിട്ടി. 60 ആകുമ്പോൾ പിന്നെ അങ്ങോട്ട് ഒരു 6 കൂടുതലുള്ള 30 വന്നു. ഓക്കെ, 30. അപ്പോൾ 60ഉം പിന്നെ 30ഉം കൂടെ ആകുമ്പോൾ അവിടെ ഒരു 90. അപ്പോൾ 120 + 90 ആകുമ്പോൾ 210 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആയോ? അത് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇത് ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇനി അടുത്തത് 8, 12, 24, 60 ഡാഷ് ചെയ്യാൻ നോക്കി ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ് ആണ്, പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. ഒരു മിനിറ്റ് കഴിയാറായി. ഒരു മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് 8, 12, 8, 12, 24, 60 നെക്സ്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുകയെന്ന് വെച്ചാൽ ഇവിടെ 4 വന്നു, ഇവിടെ 24 വന്നു, ഇവിടെ 60 ആകുമ്പോൾ ഒരു 36 വന്നു. ഇവർ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് 20 വരും. ഇവർ തമ്മിലുള്ള വ്യത്യാസം ഒരു 12 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ 20ഉം 12ഉം വ്യത്യാസം ഒരു 8 എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 8 കുറവുള്ള നമ്പറാണ് നമ്മൾ 8 ഇവിടെ കുറഞ്ഞല്ലേ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ 8 കുറവുള്ള നമ്പർ ആകുമ്പോൾ നമുക്ക് എന്ത് വരും? 8 കുറവുള്ള നമ്പർ ആകുമ്പോൾ ഇവിടെ 4 ആണ് വരിക. അപ്പോൾ 4 ആകുമ്പോൾ ഇവിടെ 40 വരും. 40 ആകുമ്പോൾ ഇവിടെയുള്ള നമ്പർ 100 എന്നാണ് വരിക. അപ്പോൾ അത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് തന്നെ ഇവിടെ ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എടുത്തിട്ട് നമുക്ക് പാറ്റേൺ ഒന്നും കറക്റ്റ്ലി കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. 8ഉം 12, 24, 60 ഡാഷും ആണ് തന്നിരിക്കുന്നത്. ഈ 8നെ 8 × 1.5 ചെയ്താൽ 12 വരും. ഇങ്ങനെ ആലോചിച്ചാൽ മതി. 1.5 എന്ന് പറഞ്ഞാൽ 8 × 1 8, പിന്നെ 8ന്റെ പകുതി 4. അപ്പോൾ 8 + 4 ആകുമ്പോൾ അവിടെ 12. ഇനി 12 × 2, 12 × 2 24. ഇനി അടുത്തത് 24 × 2.5. 24 × 2.5 എന്ന് പറഞ്ഞാൽ 24 × 2 ആകുമ്പോൾ 48, പിന്നെ 24ന്റെ പകുതി 12. അപ്പോൾ അവിടെ ഒരു 60. ഇനി അടുത്തത് 60 × ആദ്യമേ 1.5 വെച്ച്, പിന്നെ 2 വെച്ചിട്ട്, പിന്നെ 2.5, പിന്നെ 3 വെച്ചിട്ട് 60 × 3 180 ആണ് അടുത്ത ആൻസർ. 180 ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അത് ക്ലിയർ ആയില്ലേ? ഓപ്ഷൻ എ കിട്ടിയില്ലേ? ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എടുത്താൽ നമുക്ക് അവിടെ ആൻസർ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അല്ലാത്തൊരു പാറ്റേൺ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ 1.5ഉം 2ഉം 2.5ഉം 3 വെച്ച് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി എന്താ കിട്ടുകയെന്ന്.
18, 48, 100, 180 ഡാഷ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴേ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? 14. ഇവർ തമ്മിലുള്ള വ്യത്യാസം 30. ഇവർ തമ്മിലുള്ള വ്യത്യാസം 52. ഇവർ തമ്മിലുള്ള വ്യത്യാസം 80. വ്യത്യാസം നോക്കുക, അടുത്തടുത്തുള്ള നമ്പർ ആകുമ്പോൾ വ്യത്യാസം ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനിയും നമുക്ക് പറ്റുന്നില്ല, വീണ്ടും ഒന്ന് ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവർ തമ്മിലുള്ള വ്യത്യാസമാണെങ്കിൽ 16, ഇവർ തമ്മിലുള്ള വ്യത്യാസമാണെങ്കിൽ 22, ഇവർ തമ്മിലുള്ള വ്യത്യാസം 60 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 28 വരെ. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം 6, ഇവർ തമ്മിലുള്ള വ്യത്യാസം 6. അപ്പോൾ അതിന് എന്ത് മനസ്സിലായി? ഇവിടെ 6 കൂടുതലുള്ള നമ്പർ ആയിരിക്കും നമുക്ക് വരിക. 6 കൂടുതലുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 34. ഇവിടെ നിന്ന് ഒരു 34 കൂട്ടുക, അപ്പം 114. ഇവിടെ നിന്ന് വീണ്ടും ഒരു 114, 180, 114, 4, 9, 294 ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലാഗ് എടുപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്ത് നോക്കണം. അതേപോലെ ഇനി നമുക്ക് സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ ആണല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങളിത് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പുകളെല്ലാം ഇങ്ങനെയൊക്കെ പഠിച്ചു പോകാമല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. ഹാപ്പി ലേണിംഗ്.